ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു വൈറ്റ് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു വൈറ്റ് ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു വൈറ്റ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 1.5 കിലോ വരുന്ന ചിക്കൻ വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലയും കൂടി ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില, പുതിനയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളക് നടു കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ അടച്ചു വെച്ച് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് നമുക്കൊരു 4 സവാള നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇന്നേ വരെ വൈറ്റ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡിലൻ ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയുടെ കളർ മാറാതെ ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് ചിക്കൻ ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ സവാളയുടെ കളർ ഒട്ടും തന്നെ മാറിപ്പോവരുത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മറ്റു പൊടികളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കിംഗ് പോട്ട് അടച്ചു വെച്ച് മറ്റൊരു സ്റ്റവിലേക്ക് മാറ്റി വെക്കാം. ചിക്കൻ കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും, ഒരു 3 ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നമ്മൾ 10 മിനിറ്റ് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പകുതി മാത്രം അടച്ചു വെക്കാം. റൈസ് നമ്മൾ കുക്കാകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് എന്തായി എന്ന് നോക്കാം. റൈസ് ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. 90% മാത്രം കുക്കാക്കിയാൽ മതി. റൈസ് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും കുക്കിംഗ് പോട്ട് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഗീ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള റൈസിൽ നിന്നും പകുതി മാത്രം ഇട്ട് കൊടുക്കാം. പകുതി മാത്രം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടി ഗീ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നമ്മൾ 5 മിനിറ്റ് അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ മസാലക്ക് നല്ല കിഡിലൻ ടേസ്റ്റ് ആണ്. ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് 1 ടീസ്പൂൺ ഗീ കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് പുതിനയില, മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദമ്മിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.